അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമല്ല, എന്നാലും കുറച്ച് നല്ല ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മളുടെ വീട്ടിൽ അതിഥികളായിട്ട് പൂച്ച അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സ് അല്ലെ എനി ടൈപ്പ് ഓഫ് ബേർഡ്സ്, കബൂതറുകളെ, പ്രാവുകളെ, തത്ത, അങ്ങനെ സോ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പം ഒരു കുയിൽ വന്ന് നിൽക്കും. അപ്പം നമ്മൾ എന്താണ് എല്ലാവരും വിചാരിക്കും, അയ്യോ നമ്മളുടെ വീട്ടിലെ ഇവരെന്തായി വരുന്നത്, നമുക്കൊരു ശല്യം പോലെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. ബട്ട് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ തന്നെ എൻ്റെ ഓഫീസിൽ അറിയില്ല എവിടെ നിന്നോ ഒരു ബില്ലി, ഒരു പൂച്ച വരുമായിരുന്നു. അത് വരുമ്പോൾ ഞാനപ്പം അത് വരുന്നപ്പോൾ ഞങ്ങൾ വെള്ളം വെക്കും. ഞാൻ അതിന് വേണ്ടി ക്യാറ്റ് ഫുഡ്, നോട്ട് ഈവൻ ഐ ഹാഡ് ഡോഗ് ഫുഡ് ഇൻ മൈ ഓഫീസ്. സോ അതിട്ട് കൊടുത്തപ്പോൾ അത് തിന്നു. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും അത് കുറച്ച് സൈസിൽ വലുതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനിയും ക്യാറ്റ് ഫുഡ് കിട്ടും. അത് ഞാൻ ഓർഡർ ചെയ്തു, ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ ഓൾസോ ഞാൻ അതിന് വേണ്ടി കാത്തിരുന്നു. അത് വീണ്ടും വന്നു. അതിന് പിന്നെ ഒരു പാത്രം കൊണ്ടുവന്ന് അതിൽ ഫുഡ് കൊടുത്തു, വെള്ളം വെച്ചു. പിന്നെ അത് പതുക്കെ ഓഫീസിൽ കയറി വരാൻ തുടങ്ങി. പിന്നെ അതൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് മിക്സുള്ള ഒരു പൂച്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ എല്ലാം തിന്ന് കഴിഞ്ഞിട്ട്, കാരണം ഞാൻ എൻ്റെ ക്യാബിനിൽ ഇരിക്കും, സ്റ്റാഫ് വെളിയിലിരിക്കുന്നത്. അപ്പോൾ വെളിയിൽ ക്യാബിനിൽ ആൾക്കാരൊക്കെ വരുന്ന കാരണം ഞാൻ ക്യാബിനെ അത്ര ഇൻവൈറ്റ് ചെയ്യത്തില്ല. പിന്നെ പേപ്പേഴ്സൊക്കെ അവർ ഡിസ്ട്രോ ചെയ്യും എന്നുള്ള ഇതിൽ. അപ്പോൾ അവിടെ തന്നെ അവരോട് ഞാൻ പറയാം, അതിനെ വിടണ്ട, അവിടെ നിൽക്കട്ടെ. അത് നിന്നിട്ട് എല്ലാവരുമായിട്ട് കുറച്ചൊക്കെ ഒരു ലോഹ്യമായി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ആ ചെയറേ കയറിയിരിക്കും. ആദ്യമാദ്യം ഇരിക്കും. പിന്നെ എങ്ങനെയും ആരെങ്കിലും കണ്ടാൽ ഒരുപാട് അതിൻ്റെ ഒരു ഫിയറായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മാസമൊക്കെ ആയി കഴിഞ്ഞപ്പം ആ പൂച്ച നമ്മുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ പോലെയാണ്. അത് എന്നും വരും, ഫുഡ് അവിടെ ഇരിക്കും, ഫുഡ് കഴിക്കും, വെള്ളം കുടിക്കും, എന്നിട്ട് കസേരയിൽ കയറിയിരിക്കും. എന്നിട്ട് നല്ലതായിട്ടത് ഉറങ്ങുവാണ്. കുറേ ടൈം ഉറങ്ങും. ഞങ്ങൾ ഓഫീസ് ഷട്ട് ചെയ്യുന്ന സമയമാകുമ്പം ഒരുപക്ഷെ എൻ്റെ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ എൻ്റെ ചേമ്പർ ചില സമയങ്ങളിൽ അത് ഓടിക്കയറി വരും. പിന്നെ കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ അത്രയ്ക്കങ്ങ് ഫ്രീ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഓടി വന്നിട്ട് എൻ്റെ ടേബിളിൽ കയറിയിരിക്കും, എൻ്റെ ഫയലിൻ്റെയും ഒക്കെ മേളിൽ കയറിയിരിക്കും കുറച്ച്. എന്നിട്ട് എന്നെ നോക്കിയിട്ട് ഞാൻ അതിനെ പാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങി, മടിയിൽ. പിന്നെ അങ്ങനെ അത്രയ്ക്ക് വരെ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞു. ബട്ട് സഡൻലി അചാനക് ദിസ് തിങ് കണ്ടിന്യൂഡ് 6 months. ആൻഡ് പിന്നെ അചാനക് അതിനെ കാണാൻ അത് വന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് ഐ വാസ് സോ സാഡ്. ആൻഡ് എൻ്റെ ഹാർട്ടിൽ ഒരുപാട് ഹെവിനെസ് ആയി. കുറേ ടൈമിൽ എനിക്ക് ഉറക്കം തന്നെ ശരി വന്നില്ല. ഒരുപാട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. ബട്ട് അപ്പോൾ പിന്നെ അത് വന്നില്ല. അത് എവിടെയോ അവർ ബിൽഡിങ്ങിലുള്ള ആൾക്കാരെ മാറ്റുമോ എന്തോ സംഭവിച്ചോ, എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ ഈവനിങ് ആണ് എൻ്റെ ഓഫീസ് തുറക്കുന്നത്, ബാക്കി ടൈമിലെല്ലാം ക്ലോസ്ഡാണ്. അപ്പോൾ ഒരുപാട് സങ്കടമായി. ഞാൻ എല്ലാവരോടും പറയണത്, അത് എത്ര ലവ് തന്നു ഞങ്ങൾക്ക്, എത്ര കമ്പനി തന്നു, ഒരുപാട്. പിന്നെ പക്ഷേ എനിക്കതൊന്നും അറിയില്ല അത്. ബട്ട് ഞാൻ റീസെൻ്റ്ലി ഐ ഹാപ്പൻ ടു റീഡ് ഓൾസോ. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലോ അങ്ങനെ ഒരു മൃഗം വരുന്നത് നല്ല ടൈമിലാണ്. അത് ഏത് കളറായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമ്മുടെ ഇടയ്ക്ക് വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെ വരവോടുകൂടി അത് അതിന്മേൽ തന്നെ അത് എടുക്കും. ദാറ്റ് കൺസ്യൂം ടു ഇറ്റ്സെൽഫ്. ബട്ട് എന്നാലും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി തരും. അങ്ങനെയാണ്. അപ്പം അവർ നമ്മളെ ഉപദ്രവിക്കാനല്ല വരുന്നത്, നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് വരുന്നത്. കാരണം അവർക്കെല്ലാം ഓൾ ആനിമൽസിനും ബേർഡ്സിനും അവർക്ക് 6th sense ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് അവർക്ക് മനസ്സിലാകും സംതിങ് ഇസ് പ്രോബ്ലം ഉണ്ട്, ഏതാണ്ട് കുഴപ്പമുണ്ട്. ആ സമയത്തായിരിക്കാം ദൈവം നിശ്ചയമായിരിക്കാം അവർ വരണേ. സോ അങ്ങനെ ഒരു വലിയ വരദാനമാണ് അവർക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും ഉള്ളൊരു കഴിവ് അവർക്കുണ്ട്. അപ്പം എനിക്ക് അപ്പോഴൊന്നും അതൊന്നും അറിയില്ല. ബട്ട് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഐ ഹാപ്പൻ ടു റീഡ് ഇറ്റ് ഇൻ somebody's write-up I saw. Then I realized. So almost 6 months I fed that. ഞാൻ പേര് വിളിച്ചു, മണിക്കുട്ടൻ എന്ന് പേരും കിട്ടും അതിന്. അപ്പോൾ മണിക്കുട്ടാന്ന് വിളിച്ചാൽ നോക്കും എന്നെ.
അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായത് പോയത്. അപ്പോൾ ഞാൻ പറയണേ, അങ്ങനെയൊന്നും വിചാരിക്കല്. പ്രാണി വന്നാൽ, എന്തെങ്കിലും മൃഗങ്ങളിൽ പക്ഷികൾ വന്നാൽ അവരെയൊക്കെ അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ, അവർക്ക് ആഹാരം മതിയില്ല, അവർക്ക് വേറെ ഒന്നും വേണ്ട, പൈസ സ്വർണം ഒന്നും വേണ്ട, അവർക്ക് ഫുഡ് മാത്രം മതി. അപ്പോൾ അവർക്ക് അവരുടെ ആ ഫുഡ് അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ മടി കാണിക്കരുത്. നമ്മൾ ആ ചെയ്യുന്നതോടുകൂടി നമ്മൾ ദൈവത്തോട് കൂടുതലും അടുക്കുവാണ്. ദൈവം നമ്മുടെ അടുത്ത് കൂടുതൽ കരുണാമയനാവുകയാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും അതൊക്കെ ഓർത്ത്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, ബട്ട് അങ്ങനെയൊക്കെ പെരുമാറുന്നെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരുപാട് സന്തോഷം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക.